ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡിമിനിഷിംഗ് റിട്ടേണിനെ കുറിച്ചാണ്. ബിറ്റ്കോയിൻ്റെ ഡിമിനിഷിംഗ് റിട്ടേൺ. ഡിമിനിഷിംഗ് റിട്ടേൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അസറ്റ് ഓരോ കൊല്ലം കഴിയും തോറും അതിൻ്റെ റിട്ടേൺസ് കുറഞ്ഞു കുറഞ്ഞു വരിക. അതിനെയാണ് ഈ ഡിമിനിഷിംഗ് റിട്ടേൺ എന്ന് പറയുന്നത്. പല ആളുകളും ബിറ്റ്കോയിന് ഒരു ഡിമിനിഷിംഗ് റിട്ടേണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റിട്ടേണിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. വാട്ട് ഈസ് സ്റ്റുപ്പിഡിറ്റി ഗൈസ്? അതൊരു അടിസ്ഥാനമില്ലാത്തൊരു ആരോപണമാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇത് എൻ്റെ അഭിപ്രായമാണ്, അതിനുള്ള എവിഡൻസ് നമ്മളിപ്പം കാണാൻ പോവുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ബിറ്റ്കോയിൻ ഒരിക്കലും ഡിമിനിഷിംഗ് റിട്ടേൺസിലേക്ക് നമ്മുടെ ജീവിതകാലത്തിൽ ഒരിക്കലും പോകാൻ പോകുന്നില്ല. മനുഷ്യൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പെർഫോമൻസ് ഉള്ള ഒരു അസറ്റാണ് ബിറ്റ്കോയിൻ. ഇന്നേ വരെ മനുഷ്യൻ ഇങ്ങനെ ഒരു പെർഫോമൻസ് ഉള്ള ഒരു അസറ്റിനെ കണ്ടിട്ടില്ല. അന്നേരം പറയുന്നു ബിറ്റ്കോയിൻ ഡിമിനിഷിംഗ് റിട്ടേണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റുപ്പിഡിറ്റി ഗൈസ്. $98,000 ഇത് കാണുമ്പോൾ, ഈ 98,000 കാണുമ്പോൾ ഞാൻ അത്ര എക്സൈറ്റ്മെൻറ്റ് അല്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ റൈഡിൽ ഇത് 100,000 മുകളിൽ പോകേണ്ടതാണ്. ചൈന ബാനിങ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ 100K കവറപ്പ് ചെയ്യുക, പോവുക എന്നുള്ളത് പറയുന്നത് എനിക്ക് വലിയ ആശ്ചര്യമായിട്ട് തോന്നുന്നില്ല. ഐ ഓൾറെഡി എക്സ്പെക്റ്റഡ് ദിസ് വൺ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിറ്റ്കോയിൻ ഇയർ എൻഡിങ്ങിന് മുന്നേ, ജാനുവരി 1, 2025 ജാനുവരി 1 മുന്നേ 130K പോകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പം തന്നെ 98 ആയി. 100,000 ഹിറ്റ് ചെയ്യാൻ $2,000 കൂടെ മതി. 100,000 ഹിറ്റ് ചെയ്യാൻ എത്ര പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? എനിക്ക് പരിചയമുള്ള എത്ര പേര് പറഞ്ഞത് 75,000 മേപ്പോട്ട് ബിറ്റ്കോയിൻ ഇനി ഒരിക്കലും പോകാൻ പോകുന്നില്ല, സ്കാമാണ്, ക്രാഷ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന്. ഗൈസ്, ഇപ്പം 2 മാസത്തിന് മുന്നേ ബിറ്റ്കോയിന് 60,000 58,000 നിന്നത്. എത്രയാണ്? 60,000 59,000. ഇന്ന് 98,000. ഗൈസ്, ഡോണ്ട് പ്ലേ വിത്ത് ദിസ് തിങ്. ഇറ്റ്സ് എ ഫയർ. ഗൈസ്, ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്. ജസ്റ്റ് വാമിങ് അപ്പ്. ബിറ്റ്കോയിൻ ജസ്റ്റ് വാം അപ്പ് ചെയ്യുന്നേ ഉള്ളൂ. എക്സൈറ്റ്മെൻറ്റിനൊക്കെ ഇനി സമയം വരുന്നതേ ഉള്ളൂ. നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഈ ഒരു ചാർട്ട് കാണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ബിറ്റ്കോയിൻ ഇയർലി റിട്ടേൺ. ഈ ടേബിൾ കാണുന്നത് ഓരോ കൊല്ലത്തെയും ബിറ്റ്കോയിൻ്റെ റിട്ടേണുകളാണ്. 2010 മുതൽ ഈ മാസം വരെയുള്ള, ഈ കൊല്ലം വരെയുള്ള റിട്ടേണുകൾ. 2010 നമുക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം 2009 2010 ബിറ്റ്കോയിന് അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. 0 ബിറ്റ്കോയിൻ്റെ വാല്യൂ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ബിറ്റ്കോയിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആയിരിക്കും. നമുക്ക് 2011 മുതൽ തുടങ്ങാം. ഓരോ കൊല്ലവും 14 ഇരട്ടി, 186, അത് 1.8x ഇരട്ടി, 55 ഇരട്ടി. പിന്നീട് നമ്മുടെ ബിയർ മാർക്കറ്റിലേക്ക് പോകുന്നു. ഓരോ 3 കൊല്ലം ബുൾ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു ബിയർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. ഓരോ 3 കൊല്ലം ബുൾ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ എത്ര? 35%. 2015, 2016 125%, 2017 13 ഇരട്ടി. വീണ്ടും ബിറ്റ്കോയിന് ബിയർ മാർക്കറ്റിലേക്ക് പോകുന്ന അടുത്ത 3 കൊല്ലം ബുൾ മാർക്കറ്റിലേക്ക് പോകുന്നു. 2019 95%, 2020 300%, 2021 66%. വീണ്ടും 22 ബിയർ മാർക്കറ്റിലേക്ക് പോയി. അടുത്ത 3 കൊല്ലം നമ്മൾ ബുൾ മാർക്കറ്റിലേക്ക് പോവുകയാണ്. 2023 156%, 2024 ഇതേവരെ, ഇനി ഡിസംബർ ഉണ്ട്, ഇതേവരെ 132%. ഇത്രയും വളർച്ചയുള്ള ഒരു അസറ്റ് ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുണ്ടാക്കിയ പൈസ വിശ്വസ്തയോടെ എടുത്തിടാൻ ഒക്കുന്ന, ആ ഒരു എനർജിയിൽ എടുത്തിടാൻ ഒക്കുന്ന ഒരു അസറ്റ്, അതിൻ്റെ വളർച്ച നിങ്ങൾ കണ്ടോ? 2023 156%. നിങ്ങളുടെ വെൽത്ത് 1.5 ഇരട്ടിയായിട്ട് ഒരു കൊല്ലം കൊണ്ട്. നിങ്ങൾ ബാങ്കിൽ ഒരു 15%, 6% FDയിലല്ലേ നിങ്ങൾ ഇടുന്നത്. നിങ്ങളുടെ നിഫ്റ്റി 50 തരുന്ന എത്രയാണ്? 15 തൊട്ട് 18% ആവറേജ് ഇയർലി. ഇത് 156%. ഗൈസ്, ട്രൈ ടു സ്റ്റഡി ദീസ് തിങ്സ്. ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്കാം അല്ല. കമോൺ മാൻ. ഇനി നിങ്ങൾ സ്കാമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വലിയൊരു വിഡ്ഢിയായിരിക്കും. എനിക്ക് അത്രേ പറയാനൊക്കത്തുള്ളൂ. ഞാനിങ്ങനെ ഹാർഡായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത്. ദിസ് ഈസ് ദ വേ ഐ സ്പീക്ക്. ഇത് ഞാൻ നിങ്ങളെ ആദ്യമേ കാണിച്ചതേ ഉള്ളൂ. ഡിമിനിഷിംഗ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ഫൂളിഷ്നെസ് ആണെന്ന് പറയാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് നമ്മുടെ കോർ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഞാനതിന് കുറേ കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസ് തരാൻ പോവുകയാണ്. എന്തുകൊണ്ട് ബിറ്റ്കോയിൻ ഒരു ഡിമിനിഷിംഗ് റിട്ടേൺസിലേക്ക് പോകില്ല, ഇനി നമ്മുടെ ലൈഫ് ടൈം നമ്മൾ ഇനി ഒരിക്കലും കാണാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നേരെ കാണാം. ഓരോ ടെക്നോളജിയും ഓരോ എസ് കർവിലൂടെ
പോകും. അതായത് എസ് കർവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നിമിഷം ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തോട്ടല്ല. കമോൺ, സ്പീഡപ്പ്. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടെക്നോളജി അഡോപ്ഷൻ കർവ്. അതായത് ലോകത്തിലെ എല്ലാ ടെക്നോളജിയും ഒരു എസ് കർവിലൂടെ പോകും. അതിനൊരു പ്രത്യേക ഒരു റീസണുണ്ട്. ഓക്കെ, ആ റീസണുള്ളതിൻ്റെ കാര്യം, റീസൺസ് ഫോർ ദ എസ് കർവ്. എസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ അല്ലേ എസ്, അതേപോലെയാണ് ഇത്. ഈ എസ് കർവിലേക്ക് നമ്മുടെ അഡോപ്ഷൻ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയുടെ യാത്ര ഈ ഒരു എസ് കർവിലൂടെ ആയിരിക്കും. അതിനുള്ള കാരണം 1 അഡോപ്ഷൻ, 2 അഫോർഡബിലിറ്റി, 3 അബൻഡൻസ്, 4 അഡ്വാൻറ്റേജ്. ഇതിനെക്കുറിച്ചുള്ള ഡീപ്പായിട്ട് നമ്മൾ ഇനി അടുത്തത് പോകാൻ പോവാണ്. ഒന്നും കൂടെ പറയാം. റീസൺ ഫോർ ദ എസ് കർവ്, അതായത് ഒരു ടെക്നോളജി ആദ്യം ജനങ്ങളിലേക്ക് എത്തി, ഇങ്ങനെ പയ്യെ അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു എസ് കർവിലൂടെയാണ് പോകുന്നത്. ലോകത്തെ എല്ലാ ടെക്നോളജിയും, മനുഷ്യൻ കണ്ടതിലെ എല്ലാ ടെക്നോളജിയും ഈ ഒരു എസ് കർവിലൂടെ മാത്രമേ പോയിട്ടുള്ളൂ, ഇനി പോകാൻ പോകുന്നതുള്ളൂ, എക്സെപ്റ്റ് ബിറ്റ്കോയിൻ. അതിൻ്റെ റീസണാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിന് 4 കാരണങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡോപ്ഷനുണ്ട്, അഫോർഡബിലിറ്റി, അബൻഡൻസ്, അഡ്വാൻറ്റേജ്. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത്. നമുക്ക് നേരെ അടുത്ത പേജിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം റീസൺസ് ഫോർ ദ എസ് കർവ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അഡോപ്ഷൻ. ഫസ്റ്റ് അഡോപ്ഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അഡോപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇൻ്റർനെറ്റ് നമ്മുടെ ലോകത്തെ മിക്ക ആളുകളും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ മെനി പീപ്പിൾ ആർ യൂസിങ് ദാറ്റ് ടെക്നോളജി. ഇപ്പോഴും ഇൻ്റർനെറ്റ് ലോകത്തിലെ ഒരു 70% ആളുകൾ മാത്രമേ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 30% ബാക്കി കിടക്കുകയാണ്. അത് എത്ര ഈസി ആയിട്ട് നമുക്കത് അഡോപ്റ്റ് ചെയ്യാനൊക്കെ അത്ര വളരെ വേഗം ലോകത്ത് എല്ലായിടവും അതെത്തും. മേ ബി എലോൺ മസ്കിൻ്റെ ആ ഒരു ടെക്നോളജി കാരണം ബാക്കി 30% വളരെ വേഗത്തിൽ എല്ലാ ഏരിയകളിലേക്ക് എത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ വൈഫൈ ടെക്നോളജി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബാക്കി 30% വളരെ വേഗത്തിലേക്ക് എത്തും. ഇപ്പം നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ 8 ബില്യനാണ്. ലോകത്തെ 8 ബില്യൺ ജനങ്ങളുണ്ട്. അപ്പോൾ ആ 8 ബില്യണിൽ ഏകദേശം 70% മാത്രമേ ഇൻ്റർനെറ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൂ. മൊബൈൽ ഫോൺ ഏകദേശം 80-90% നമുക്ക് പറയാം എല്ലാ ആളുകളുടെയും കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അഡോപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സിമ്പിളാണ്. ലോകത്ത് എത്രമാത്രം ആളുകൾ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, 8 ബില്യൺ ജനങ്ങളിൽ എത്ര ആളുകൾ അത് അഡോപ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഈ അഡോപ്ഷൻ്റെ റേറ്റ്. ടെലിവിഷൻ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ 90% അല്ലെങ്കിൽ 95%ഓളം ആളുകൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ഏകദേശം ഒരു കണക്ക് പറയുന്നുള്ളൂ, 90%. എല്ലാ ആളുകളിലേക്കും ഇപ്പം എല്ലാ വീടുകളിലും ടെലിവിഷൻ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത് അഡ്വാൻറ്റേജ്. ഒരു ടെക്നോളജി ആണെന്ന് പറഞ്ഞാൽ പോരാ, ആ ടെക്നോളജി മനുഷ്യനെ എങ്ങനെ ഗുണം ചെയ്യും എന്നുള്ളതിനാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കുമോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും ലോകത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം തുടങ്ങിയാൽ അവസാനിക്കുന്നവരെ നമ്മൾ ഇൻ്റർനെറ്റിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, ഈവൻ കാറുകൾ ഇപ്പോൾ ഓടുന്നത് ഇൻ്റർനെറ്റിൻ്റെ സപ്പോർട്ട് കൂടി പോകുന്നുണ്ട്. ടെസ്ല, നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ലോകം നിശ്ചലമാവും. ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആദ്യകാലങ്ങളിൽ ഇൻ്റർനെറ്റ് ഇറങ്ങിയപ്പോൾ എന്താണ് പറഞ്ഞത്? ഇറ്റ്സ് എ സ്കാം. ബിറ്റ്കോയിനെ പോലെ തന്നെ യാതൊരു കാര്യമില്ല, യൂസ്ലെസ് ആണ്, സ്കാമാണ്, ബബിളാണ്. ഇന്നെന്താണ് ഇൻ്റർനെറ്റ്? ഒരു 2000-ത്തിനും ശേഷവും അല്ലെങ്കിൽ 1999 ആ കാലയളവിൽ ജനിച്ച പിള്ളേരോട് നിങ്ങൾ ഇൻ്റർനെറ്റ് സ്കാമാണ്, യൂസ്ലെസ് ആണെന്ന് പറഞ്ഞു നോക്കിയേ, അവർ വല്ല കല്ലെടുത്ത് വീക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ? അതേപോലെ തന്നെയാണ് ഇപ്പോഴും ബിറ്റ്കോയിനിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ 10 കൊല്ലം ബിറ്റ്കോയിൻ സ്കാമാണ് അല്ലെങ്കിൽ യാതൊരു യൂസും ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ബിറ്റ്കോയിൻ. അതിൻ്റെ പുറത്ത് വരാൻ പോകുന്ന ടെക്നോളജീസ് ഒരിക്കലും നമ്മുടെ തലയിൽ കൂടെ ചിന്തിക്കാൻ ഒക്കാത്ത കാര്യങ്ങളാണ്. ഇൻ്റർനെറ്റ് ആദ്യം വന്നത് എങ്ങനെയാണ്, ഇപ്പം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അതൊന്ന് ആലോചിച്ചാൽ മതി. അതാണ് പറയുന്നത് രണ്ടാമത്തേത് അഡ്വാൻറ്റേജ്. ഒരു ടെക്നോളജി
ടെക്നോളജി എന്ന് വിളിച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ ലൈഫിലെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ഒന്നും കൂടി ഈസി ആക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം ആ ടെക്നോളജി കൊണ്ട്. ഓക്കെ, മൂന്നാമത്തേതാണ് അബണ്ടൻസ്. അതായത് നമ്മൾ ഈ ടെക്നോളജിയിൽ ഇന്നോവേഷൻസ് കൂടും തോറും അത് നമ്മളെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതായത് നോ ഇന്നോവേഷൻസ് ഇൻ ടെക്നോളജി ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് മോർ ഓഫ് ഇറ്റ് ആൻഡ് ഹെൽപ്സ് ടു ആക്സസിബിൾ ഇറ്റ് ഈസിലി. ഇപ്പോൾ ഉദാഹരണം ടി വി എടുക്കാം. പണ്ട് ടി വി എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. എൻ്റെ വീട്ടിലൊക്കെ അന്ന് എൻ്റെ കുഞ്ഞിലെ ടി വി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ചിലർക്ക് അറിയായിരിക്കും. ഈ കാർഡ്ബോർഡൊക്കെ കൊണ്ട് മുകളിൽ അതിനെ കവറൊക്കെ കാർഡ്ബോർഡ് കൊണ്ടൊക്കെ ആയിരിക്കും. നമുക്ക് അത് ചെറിയ തടി പോലത്തെ പ്ലൈവുഡ് പോലത്തെ സാധനങ്ങളൊക്കെ, അത് നമുക്ക് ആ ഡോറൊക്കെ അടച്ച് നമുക്ക് വെക്കുകയൊക്കെ ചെയ്യാം, ഫ്രണ്ട് ഡോറ്. അതിങ്ങനെ നമ്മൾക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറന്നിട്ട് വേണം നമുക്ക് ടി വി ഓപ്പൺ ചെയ്യാനൊക്കെ. അന്ന് ഈ ക്രിക്കറ്റ് കളി കാണാനും കുറേ പ്രോഗ്രാംസ് കാണാനും നമ്മുടെ അയലത്തുള്ള ഒത്തിരി ആളുകൾ വീട്ടിലേക്ക് വരുമായിരുന്നു കാണാൻ വേണ്ടി. ഇന്നെന്താണ് അവസ്ഥ? എല്ലാ വീട്ടിലും ടി വി ഉണ്ട്, അല്ലേ? അതായത് ഇന്നോവേഷൻ, ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, ഇന്നോവേഷൻസ് ടെക്നോളജിയിൽ വരുന്നതനുസരിച്ച് ഈ ടി വി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ലോകത്തെല്ലാവർക്കും ആക്സസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതാണ് സിമ്പിളായിട്ട് അബണ്ടൻസ് എന്ന് പറയുന്നത്. 4, ഇതുമായിട്ടൊരു ബന്ധപ്പെട്ട കാര്യമാണ് അഫോർഡബിലിറ്റി. ഒത്തിരി ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ഇന്നോവേഷൻസ് കൂടുന്ന തോറും ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് കുറേ ഈസി ആയിട്ട് കുറേ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. അത് വളരെ ചിലവ് കുറച്ച്. അതിനാണ് അഫോർഡബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടി വി ഇന്ന് ലോകത്തെല്ലായിടത്തും ലഭ്യമാണ്. വളരെ വിലക്കുറവിൽ ഇന്ന് ടി വി മേടിക്കാം. പണ്ടൊക്കെ ടി വിക്ക് ഭയങ്കര വിലയാണ്, അല്ലേ? പണ്ട് സൈക്കിളിന് ഭയങ്കര വിലയില്ലായിരുന്നു. ഇന്ന് ടെക്നോളജി ഇൻക്രീസ് ചെയ്ത് സൈക്കിളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഇന്ന് സൈക്കിളിന് വില കമ്പാരിറ്റീവ്ലി കുറവാണ്. പണ്ടൊക്കെ ഒരു ആയുസിൽ സൂക്ഷിച്ചിരുന്ന പൈസ കൊണ്ടിട്ടാണ് ഒരു സൈക്കിളൊക്കെ വാങ്ങിക്കുന്നത്. ഇന്നങ്ങനല്ല. ഓക്കെ, എല്ലാ കാര്യത്തിലും ടെക്നോളജി അങ്ങനെ ആയിരിക്കണം, പക്ഷേ ചില കാര്യങ്ങളിൽ അങ്ങനല്ല. ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറഞ്ഞ് വരേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്, നമുക്ക് പിന്നീട് ഒരിക്കലും വേണമെങ്കിൽ സംസാരിക്കാം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഒരു ടെക്നോളജിയെ എസ് കർവിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അത് ഞാൻ എന്നെ ഒന്ന് വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകും. ഓക്കെ, ഈ കാണുന്നതാണ് എസ് കർവ്. ഓക്കെ, അഡോപ്ഷൻ, നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ ടോപ്പിക്ക് നമുക്ക് പോവാം. അഡോപ്ഷൻ കൂടുന്തോറും നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു എസ് കർവിലേക്ക്, ഈ ഒരു പോയിന്റിൽ നിന്ന് എസ് കർവിലേക്ക് പോകുന്ന ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആയിരിക്കും. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും. അതായത് ലോകം ഒരു ടെക്നോളജി അതിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കി, ഉദാഹരണം ഒരു ഇൻ്റർനെറ്റ് ആണെങ്കിൽ അതിൻ്റെ യൂസ് മനസ്സിലാക്കി, അതിൻ്റെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ മാറ്റാൻ കഴിയും, ഈസി ആക്കാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ലോകം അതിനെ വളരെ വേഗം അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, ഈ അഡോപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അഫോർഡബിൾ ആയിരിക്കണം. ഓക്കെ, അഫോർഡബിൾ ആവണമെങ്കിൽ എന്ത് വേണം? അത് അബണ്ടൻസ് ആയിരിക്കണം. ഇഷ്ടംപോലെ ഈസിയായിട്ട് പ്രൈസ് വില കുറവിൽ ഉണ്ടാക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഈ അഡോപ്ഷൻ ഭയങ്കര വേഗം നടക്കൂ. അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലായിടവും എത്തിപ്പെടൂ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഏകദേശം ഒരു 70% അല്ലെങ്കിൽ 75% ആളുകളും അഡോപ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് പയ്യെ ആ ഒരു ആക്സലറേഷൻ പയ്യെ തീർന്നിട്ട് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ രീതിയിൽ ഫേസിലേക്ക് അത് പോകും. കാരണം ഒരു 80-90% അഡോപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരു ഫ്ലാറ്റ് രീതിയിലേക്ക് പോകും. അതാണ് എല്ലാ ടെക്നോളജിയും ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. അഡോപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം, ജനങ്ങൾക്ക് മനസ്സിലാവണം. അത് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലൈഫ് ഈസിയാക്കും. അത് എല്ലാവരിലേക്കും എത്തണം എന്നുണ്ടെങ്കിൽ അതിൽ അഫോർഡബിലിറ്റി ഉണ്ടാവണം. അതിന് ടെക്നോളജി ഇൻക്രീസ് ചെയ്ത് അത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കണം. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു എസ് കർവിലേക്ക് എല്ലാ ടെക്നോളജിയും പോകുന്നത്. പക്ഷേ ഇവിടാണ് സംഗതി കുറച്ചൊരു ട്വിസ്റ്റ് വരുന്നത്. ഇവിടെ ബിറ്റ്കോയിന് ഇതിനകത്തെ ഒരു കാര്യം ബാധകമല്ല. അതെന്താണെന്ന് നമ്മൾ കാണാൻ പോകുന്നു.
അതായത് ബിറ്റ്കോയിൻ്റെ അഡ്വാൻറ്റേജ് ലോകത്തെല്ലാവർക്കും ആളുകൾക്കും ലോകത്തിലെ 3% താഴെയുള്ള ആളുകൾക്കും മനസ്സിലായി തുടങ്ങി. അതെന്തുമാത്രം അതെന്തുമാത്രം ഒരു മനുഷ്യ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ പണിയെടുക്കുന്നത് വേറൊരാൾക്ക് വേണ്ടിയാണ്. എന്തിന്? ഫൈനാൻഷ്യൽ നമ്മുടെ ഒരു അടിത്തറ നന്നാകാൻ വേണ്ടി, അല്ലേ? പൈസയ്ക്ക് വേണ്ടി. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ മുക്കാലും നിങ്ങളെ ചിലവാക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബിറ്റ്കോയിനാണ്. നിങ്ങളുടെ ബിറ്റ്കോയിൻ നിങ്ങളുടെ ലൈഫ് ഈസിയാക്കും. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് സാധനങ്ങൾ അഫോർഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് വെക്കും. പ്രത്യേകിച്ച് ഈ വന്ന കാലങ്ങളിൽ ഇൻഫ്ലേഷൻ കൂടാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും അഫോർഡ് ചെയ്യണമെങ്കിൽ ബിറ്റ്കോയിൻ നിങ്ങൾ അഡോപ്ഷൻ ചെയ്യണം. അതിനെക്കുറിച്ചാണ് ഈ എൻ്റെ ഒരു ചാനൽ നിങ്ങളതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജിനെ കുറിച്ച് ജനങ്ങൾ ഇനി കണ്ടുവരുന്നതേ ഉള്ളൂ. എങ്ങനെ അവർ ജീവിതം മാറ്റാൻ നോക്കും, എങ്ങനെ ഫൈനാൻഷ്യൽ ഫ്രീഡം, അതായത് നിങ്ങൾ ഇനി ഒരു ജോലിക്ക് പോകാതെ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ താലന്ത് എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ജീവിച്ച് അത് ഈ ലോകത്തിന് വേണ്ടി കൊടുക്കുക, ആ വാല്യൂ ഈ ലോകത്തിന് വേണ്ടി കൊടുക്കുക. അല്ലാതെ നിങ്ങളൊരു ക്യൂബിക്കിനകത്തിരുന്ന് ജീവിതകാലം മുഴുവൻ റിട്ടയർ ചെയ്യുന്നവരെ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ദൈവം തന്നേക്കുന്ന താലന്ത് യൂസ് ചെയ്ത് ലോകത്തിന് എന്തെല്ലാം ഗുണങ്ങൾ കൊടുക്കാനൊക്കെ അതാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഒരു അച്ചിലിട്ട വാർത്ത പോലെ ഉള്ളൊരു സമൂഹത്തിനെ അല്ല നമുക്ക് വേണ്ടത്. എലോൺ മസ്ക് പറയുന്ന പോലെ നമ്മുടെ എഡ്യൂക്കേഷൻ വെച്ചാൽ യൂസ്ലെസ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു കാര്യമേ ഇല്ല. ഇനി ഈ യൂണിവേഴ്സിറ്റി പോവുക എന്നുള്ള പരിപാടികളൊക്കെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. യൂണിവേഴ്സിറ്റിക്ക് എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആണ്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ് ബിറ്റ്കോയിനെ കുറിച്ച് ആരോടും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. അഡോപ്ഷൻ, ലോകത്തിലെ 2% ആളുകളെ ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൂ. 2-3 മാക്സിമം. ഓക്കെ, ബാക്കി 97% ഇനി കിടക്കുവാണ് അഡോപ്ഷൻ. എന്നിരുന്നിട്ട് പോലും ബിറ്റ്കോയിൻ ഇപ്പോൾ 100,000 ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇറ്റ്സ് ജസ്റ്റ് ദ ബിഗിനിങ് ഗൈസ്, ഇറ്റ്സ് ജസ്റ്റ് ദ ബിഗിനിങ്. ലോകത്തിൽ 3% ആളുകൾ അറിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10%, 15%, 40% ആകുമ്പോഴത്തേക്ക് എന്താണ്? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു ടെക്നോളജി ആക്സലറേഷൻ ചെയ്യാൻ പോകുന്ന ഒരു സമയമാണിത്. ബിറ്റ്കോയിൻ ആ ഒരു ഏരിയയിലേക്ക് പോലും എത്തിയില്ല. ബിറ്റ്കോയിൻ ഈ സൈഡിൽ കിടക്കുവാണ്. ഇനി ആക്സലറേഷൻ അല്ല, ഈ നിങ്ങൾ കാണുന്ന ഒരു ഹ്യൂജ് ഗ്രോത്തിനെ കാണാൻ പോകുന്നേ ഉള്ളൂ. അതായത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, ഒരു എസ് കർവിൻ്റെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലേക്ക് ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ, ചൂട് വെക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഈ ട്രെയിനിൽ നിങ്ങൾ നേരത്തെ കയറുക. അല്ല, ലോകം മുഴുവൻ അംഗീകരിച്ച്, ലോകം മുഴുവൻ നിങ്ങളുടെ വീട്ടിൽ വരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ വരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്പലത്തിലോ മോസ്കിലോ വരുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുമ്പോഴല്ല നിങ്ങളിതിനെ വാങ്ങിക്കേണ്ടത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ബെനിഫിറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ അതിൻ്റെ കൺസ്യൂമർ മാത്രമാവും. നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് ഇന്ന് ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നാളെ നിങ്ങൾ ബിറ്റ്കോയിൻ വാങ്ങിക്കേണ്ടി വരും. അതിന് പറയുന്നൊരു വേറെ ലോ ആണ് അഗ്രഷൻ ലോ. അഗ്രഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് മണി ഡ്രൈവ്സ് ഔട്ട് ഗുഡ് മണി. ഇപ്പോൾ എന്താണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെ ഇരിക്കുന്ന ഫിയറ്റ് മണി, കറൻസി കൺവേർട്ട് ചെയ്ത് ബിറ്റ്കോയിനിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ബിറ്റ്കോയിൻ ഗുണമുള്ള കാര്യങ്ങളാണ്, ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മണിയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അവരെ ഇരിക്കുന്ന കെട്ട മണി മാറ്റിയിട്ട് നല്ല മണിയിലേക്ക് ചെയ്യുവാണ്. അതായത് എൻ്റെ അർത്ഥം അക്യുമുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങും, എൻ്റെ കയ്യിലിരിക്കുന്ന ഫിയറ്റ് കറൻസിക്ക് യാതൊരു വാല്യൂ ഇല്ല. അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നീ ബിറ്റ്കോയിൻ തരണം. ആ സമയങ്ങളിലാണ് ഈ അക്യുമുലേഷൻ ചെയ്തിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ബിറ്റ്കോയിൻ പയ്യെ വെളിയിലോട്ട് പോകുന്നത്. കാരണം എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നത് ബിറ്റ്കോയിനിലേക്കായിരിക്കും. ഗൈസ്, അതിലേക്ക് വേറെ ടോപ്പിക്കാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അഡോപ്ഷൻ ഒന്നും ആയിട്ടില്ല, 2-3% ആയിട്ടുള്ളൂ. അഡ്വാൻറ്റേജ് ലോകം ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ. അബൻഡൻസ് ബിറ്റ്കോയിന് ഇല്ല. 21 മില്യണേ ഉള്ളൂ. എന്ത് ടെക്നോളജി യൂസ് ചെയ്താലും 21 മില്യണിൽ കൂടുതൽ ബിറ്റ്കോയിൻ ഇനി ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഗോൾഡിൻ്റെ കാര്യം അങ്ങനെയല്ല. ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ കൊല്ലവും ലോകത്ത്, അതായത് മണ്ണിൻ്റെ താഴെ നിന്നും ഭൂമിയിൽ വെളിയിലോട്ട് എത്തുന്നത്, അതായത് മൈനിങ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കൊല്ലം കഴിയുന്നതോറും. സ്വർണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കൂടുതലാണ്.
മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണം എത്ര ഉണ്ടെന്ന് യാതൊരു കണക്കുമില്ല ഭൂമിക്കടിയിൽ ഇനി മൈനിങ് ചെയ്യാൻ. പക്ഷേ ബിറ്റ്കോയിൻ ഓൾറെഡി അറിയാം എത്രമാത്രം ഇനി ഉണ്ടെന്നുള്ള കാര്യം. ഏകദേശം 94% മൈനിങ് ചെയ്തു. ഇനി 6% കൂടെ ഉള്ളൂ ലോകത്ത്. അതിനടുത്ത് 100 കൊല്ലത്തിന് മുകളിൽ എടുക്കും മൈനിങ് ചെയ്യാൻ, ഭൂമിയിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ ഇത് അബണ്ടൻസ് അല്ല. ഏതൊരു സാധനം അബണ്ടൻസ് ആയാൽ മാത്രമേ നിങ്ങൾ ഈ കാണുന്ന ഒരു ഫുൾ അഫോർഡ് അഡോപ്ഷനിൽ പോയാൽ മാത്രമേ നിങ്ങൾ ഈ കാണുന്ന എസ്കർവിലേക്ക് പോകൂ. ഇത്രയുള്ള ജനങ്ങൾക്ക് ഇനി ഇല്ല ഈ ബിറ്റ്കോയിൻ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആളുകൾ ഇതിന് വേണ്ടി തിക്കും തിരക്കും ചെയ്യാൻ വേണ്ടി പോവാണ്. ബിറ്റ്കോയിന് വേണ്ടി കടിപിടി കൂടാൻ വേണ്ടി പോവാണ്. അതിപ്പോൾ ഇതിൻ്റെ വാല്യൂ എക്സ്പ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓർക്കണം, 3% അഡോപ്ഷൻ ആയിട്ടുള്ളൂ. ഇനി അഫോർഡബിലിറ്റിയോ? വില കൂടും തോറും ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ നോക്കുമോ? അതായത് ഡിഫറെൻറ്റ് മീനിങ്ങിൽ നിങ്ങളിത് എടുക്കണം. ഇന്ന് നിങ്ങൾ ഒരു 1,00,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം ബിറ്റ്കോയിൻ കിട്ടും. അടുത്തൊരു 4 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ 1,00,000 രൂപ ഇട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബിറ്റ്കോയിൻ കിട്ടില്ല. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ ചിന്തിക്കുന്നത് ബാക്കിയുള്ളവരെ താരതമ്യം ചെയ്യുകയാണ്. എന്നെക്കാളും കൂടുതൽ ബിറ്റ്കോയിൻ അവനുണ്ട്, അവൻ നേരത്തെ തുടങ്ങിയ ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ, എനിക്കിനി ഇതുകൊണ്ട് പ്രയോജനമില്ല. ഇവിടെ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിറ്റ്കോയിൻ അത്രയോ ആയിക്കോട്ടെ, നിങ്ങളിടുന്ന പൈസ ഓരോ കൊല്ലം കഴിയും തോറും 80% തൊട്ട് 100% വളർച്ചയുണ്ട്. ഏത് പ്രൈസിൽ കയറിക്കോ അത്രയും വളർച്ചയുണ്ട്. നിങ്ങൾ ആ വളർച്ചയല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയുന്നത് ബിറ്റ്കോയിൻ എത്ര ഉണ്ടെന്നുള്ളതെന്നല്ല ശ്രദ്ധിക്കേണ്ടതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ബാക്കിയുള്ളവരായിട്ട് താരതമ്യം ചെയ്യരുത്. നിങ്ങളിടുന്ന പൈസ ഇത്ര ശതമാനം വളരുന്നുണ്ട്. നിങ്ങൾ അധ്വാനിക്കുന്നതിന് തിരിച്ചു കിട്ടുന്ന പേപ്പർ മണി, അതിൻ്റെ വാല്യൂ ഓരോ ദിവസം കഴിയും തോറും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് കൺവേർട്ട് ചെയ്ത് ബിറ്റ്കോയിനിലേക്ക് ആക്കി കഴിഞ്ഞാൽ ആവറേജ് ഇയർലി റിട്ടേൺസ് 80% മുകളിലാണ്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ പോരെ. 80% മുകളിലുള്ള റിട്ടേൺ തരുന്ന, അതായത് 100% ഓൾമോസ്റ്റ് നമുക്ക് 100% ജീവിതത്തിൽ പറയാൻ ഒക്കുന്ന ഒരു സാധനം, അത് നിസ്സാര കാര്യമാണോ? അല്ല. ഇത് കാര്യം ഓർക്കണം. അഡോപ്ഷൻ ഞാൻ പറഞ്ഞു നേരത്തെ, 8 ബില്യൺ ജനങ്ങളുണ്ടെന്ന് ഓർക്കണം. ഓരോ കൊല്ലവും 2.5 ലക്ഷം പുതിയ കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത്. പുതിയ പോപ്പുലേഷനിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് 2.5 ലക്ഷം ജനങ്ങളാണ് ഓരോ കൊല്ലവും അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കണം, 2 മില്യനേ ഉള്ളൂ. ഇൻ്റർനെറ്റും ഈ പറയുന്ന ഫോണും കമ്പ്യൂട്ടറൊക്കെ ടെക്നോളജി കൂടുന്നതോറും എക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ബിറ്റ്കോയിൻ അതല്ല കാര്യം. അതുകൂടാതെ ഓരോ കൊല്ലവും പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 8 ബില്യനോട് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് പുതിയ ഡിമാൻഡ് ബിറ്റ്കോയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഡിമിനിഷിങ് റിട്ടേൺ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലോകത്തിൽ ഏത് പുതിയ കൂൾ ടെക്നോളജി ഇൻക്രീസ് ചെയ്താലും ബിറ്റ്കോയിൻ 2 മില്യൺ 21 മില്യനേ ഉള്ളൂ. ഇനി വളരെ വേഗം അടുത്ത രസകരമായിട്ടുള്ള ഒരു ചാർട്ടിലേക്ക് പോവാം. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണാം ടി വിയുടെ ഒരു അഡോപ്ഷൻ കർവാണ് നിങ്ങൾ കാണുന്നത് ഗ്രീനിലുള്ളത്. ഓക്കെ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഏകദേശം 90-80% ആളുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് പയ്യെ ഈ ആക്സലറേഷൻ നിന്നിട്ട് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലോകം ഓൾമോസ്റ്റ് ഉള്ള എല്ലാ വീടുകളിലും ടി വി ഉണ്ടെന്ന്, ലോകത്തെല്ലായിടവും ഉണ്ട്, ഏത് മുക്കിലും മൂലയിലുമുണ്ട്. ടെലിഫോൺ, ഈ ബ്ലൂ ആയിട്ടുള്ളത് ടെലിഫോൺ എസ്കർവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പം വിമാനയാത്രകൾ ചെയ്യുന്നു. എത്ര പേർക്ക് ഇന്നേ വരെ എത്ര നാൾക്ക് മുന്നേ തുടങ്ങിയതാണ്, ഇന്നേ വരെ എത്ര പേർക്ക് അത് അഫോർഡ് ചെയ്യാൻ ഒക്കുന്നുണ്ട്, എത്ര പേര് ഈ വിമാനയാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിപ്പോഴും എസ്കർവിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ ഓർക്കണം, ഇലക്ട്രിസിറ്റി ലോകത്ത് എല്ലാ ഭാഗത്തും ഇപ്പോഴും എത്തിയിട്ടില്ല. എന്നാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത്? നിങ്ങൾക്കിവിടെ കാണാം PC, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അത് എസ്കർവിലേക്ക് പയ്യെ പോകാറായി ഇൻ്റർനെറ്റ്. പക്ഷെ ഞാൻ കാണിക്കുന്നത്, നിങ്ങളിവിടെ കാണിക്കുന്നതിൻ്റെ എസ്കർവ് ഓരോ ടെക്നോളജിയിലും വരുന്നതാണ് ഞാൻ നിങ്ങളെ
കാണിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ബിറ്റ്കോയിൻ ഇവിടെ വെച്ച് നോക്കുവാണെങ്കിൽ, ഇതിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ബിറ്റ്കോയിൻ കമോൺ, ബിറ്റ്കോയിൻ ഇവിടെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെയും ഇത്രയും ആയിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി കടക്കുവാണ് എക്സ്പോണൻഷ്യൽ മൂവ്മെൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എയർലിയാണ്. കമോൺ ഗൈസ്. അടുത്ത ചാർട്ട്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിറ്റ്കോയിൻ ഓരോ 10 മിനിറ്റ് കഴിയും തോറും ഒരു നിശ്ചിതമായിട്ടുള്ള ബിറ്റ്കോയിൻ ഈ 21 മില്യണിൽ നിന്ന് പുറത്തോട്ട് നെറ്റ്വർക്കിലേക്ക് വരും. ഏത് മൈനറാണോ ആ ഒരു ബ്ലോക്ക് കണ്ടെത്തുന്നത് അവർക്ക് റിവാർഡായിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു 3.125 ബിറ്റ്കോയിൻ. ഓരോ 10 മിനിറ്റിലും 3.125 ബിറ്റ്കോയിനാണ് പുറത്തോട്ട് വരുന്നത്. 2009 50 ബിറ്റ്കോയിൻ വീതമാണ് ഓരോ 10 മിനിറ്റിലും പുറത്തോട്ട് വരുന്നത്. അതായത് ഈ 21 മില്യണിൽ നിന്നാണ്, ഓൾറെഡി 21 മില്യൺ ഉണ്ട്, അതിൽ നിന്ന് 50 വീതം ഓരോ 10 മിനിറ്റിലും 4 കൊല്ലത്തേക്ക്. 2012 ആകുമ്പോൾ ഓരോ 10 മിനിറ്റിലും 25 ബിറ്റ്കോയിൻ വീതം പുറത്തോട്ട്. അതായത് ഓരോ 4 കൊല്ലം കഴിയുന്നതോറും നേരെ പകുതിയായിട്ട് സപ്ലൈ കുറവാണ്. ഓക്കെ, കഴിഞ്ഞ 2023 വരെ 6.25 ബിറ്റ്കോയിനാണ് ഓരോ 10 മിനിറ്റിലും പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ഉദാഹരണം, ഓരോ 4 കൊല്ലം കഴിയും തോറും ഓരോ 10 മിനിറ്റിലോട്ടും പുറത്തോട്ട് വരുന്നത് കുറഞ്ഞ് വരികയാണ്. സപ്ലൈ കുറഞ്ഞു വരികയാണ്. ജനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. എത്ര ടെക്നോളജി യൂസ് ചെയ്താലും ഈ ബിറ്റ്കോയിൻ കൂട്ടാൻ ഒക്കത്തില്ല. നിങ്ങൾ ഓർക്കണം, 2136 ഒരു സതോഷിക്ക് വേണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും, അപ്പോൾ ആലോചിക്കണം, ലോകത്തെ എല്ലാ രാജ്യങ്ങളും മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു സതോഷിക്ക് വേണ്ടിയായിരിക്കും ഈ മൈനിങ്, ഈ പവർ മുഴുവൻ അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത്, എടോ, ഒരു ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 രൂപയ്ക്ക് വരെ മേടിക്കാം. എത്ര പാവപ്പെട്ടവനും അവനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ വെൽത്തിയാകാം, പണക്കാരനാകാം. അതാണ് ഈ ഒരു ടെക്നോളജിയുടെ, ഈ ഒരു ബിറ്റ്കോയിൻ്റെ ഗുണം. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ മാസം വരുമാനം കാണത്തില്ല, പക്ഷേ നിങ്ങളുടെ പിയർ ഗ്രൂപ്പിൽ നിങ്ങളുടെ ലെവൽ വെച്ചുള്ള ആളുകളെക്കാളും ഹ്യൂജ് ആയിട്ട് നിങ്ങൾക്ക് വെൽത്തിയാകാം. എങ്ങനെ? നിങ്ങൾക്ക് കഴിയാവുന്ന അത്രയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, അത് വളരെ വേഗം ഇരട്ടിച്ച് പോകും. ഇത് പണം ഇരട്ടിക്കൽ ഒരു ടെക്നോളജി ആയിട്ട് കാണരുത്. ഞാൻ നിങ്ങൾ പറയുമ്പോൾ എനിക്കതിനെ അങ്ങനെ കാണിക്കാൻ, അങ്ങനെ പറയാൻ യാതൊരു ഇഷ്ടവുമില്ല. അതിനപ്പുറമാണ് ബിറ്റ്കോയിൻ. നിങ്ങളെ ആ പണം ഇരട്ടിപ്പിക്കുന്ന ടെക്നോളജി ആയിട്ട് കാണരുത് ഇത്. ഓക്കെ, ദാറ്റ്സ് ഡിഫറെൻറ്റ്. ഓക്കെ, ബിറ്റ്കോയിൻ്റെ പുറത്ത് വരാൻ പോകുന്ന ടെക്നോളജി ഡിഫറെൻ്റാണ്. ബിറ്റ്കോയിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ, ബിറ്റ്കോയിൻ ഒരു സയൻസാണ്, മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, സൈക്കോളജി ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഓക്കെ, സോ അടുത്തൊരു കുറച്ച് വെബ്സൈറ്റിലേക്ക് ഞാൻ പോയിട്ട് നമുക്ക് നേരെ പോകാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. ടൈം ചെയിൻ കലണ്ടർ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 94%, 94.21% ബിറ്റ്കോയിൻ മൈനിങ് ചെയ്തു. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു സതോഷിക്ക് വേണ്ടി ലോകം കടിപിടി കൂടുന്ന ഓരോ 10 മിനിറ്റിൽ ഓരോ സതോഷി വീതം വരത്തുള്ളൂ. ആ ഒരു സതോഷിക്ക് വേണ്ടി ലോകത്തെ എല്ലാ രാജ്യങ്ങളും കടിപിടി കൂടുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം 787 എക്സഹാഷാണ് ലോകത്തിലെ എല്ലാ മൈനർമാരും കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പവറാണ് 787 എക്സഹാഷ്. ഇതിൻ്റെ വ്യാപ്തി, ഇതിൻ്റെ പവർ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ വേഗം ഒരു കാര്യത്തിലേക്ക് പോകാം. ലോകത്തിൽ 8 ബില്യൺ ജനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ 8 ബില്യൺ ജനങ്ങൾക്കും ഒരു സാധാരണ കമ്പ്യൂട്ടർ കൊടുക്കുക, അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ഒരു കമ്പ്യൂട്ടർ, സാധാരണ ആളുകൾക്ക് വേണ്ടിയുള്ള ഈ സാധാരണ ഒരു കമ്പ്യൂട്ടർ 8 ബില്യൺ ജനങ്ങൾക്ക് കൊടുത്തിട്ട് ഇത് മൊത്തം മൈനിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അതിന് അവരെല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ആ പവർ, ഒരു എക്സാ ഹാഷ് കാണും, ഒരു ഹാഷ് പവർ കാണുമല്ലോ, ഒരു ഹാഷ് റേറ്റ് കാണുമല്ലോ. അത് നിങ്ങൾ ഇന്ന് ഈ കാണുന്ന ഹാഷ് റേറ്റിൻ്റെ 1% പോലും വരുമല്ല പവർ. അത്രമാത്രം പവറുണ്ട് ഹാഷ് റേറ്റിന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ
2136കളിലൊക്കെ ഹാഷ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത്രയും പവർ ഉപയോഗിച്ചിട്ടും അവർ ഒരു സതോഷി കണ്ടെത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇന്ന് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കൊരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എത്ര സതോഷി കിട്ടും. ഇവിടെ കാണാം, $1 കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് 1119 സതോഷി കിട്ടും. എടോ ഇത് ഡോണ്ട് സ്ലീപ്പ് ഓൺ ഇറ്റ്. ഓക്കെ, ഇനി അടുത്തത് ബിറ്റ്കോയിൻ ഓൾറെഡി ഫേസ്ബുക്കിനെ കവറപ്പ് ചെയ്തു, സിൽവറിനെ കവറപ്പ് ചെയ്തു, സൗദി അരാംകോ ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനികളെ കവറപ്പ് ചെയ്തു. ഇനി ഗൂഗിളുണ്ട്, ആമസോൺ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സൈക്കിൾ കഴിയുമ്പോൾ എൻവിഡിയയും ബിറ്റ്കോയിൻ കില്ല് ചെയ്യും. പിന്നെ കില്ല് ചെയ്യാൻ വേണ്ടി മാത്രം ഗോൾഡേ ഉള്ളൂ. അത് അടുത്ത സൈക്കിളിൽ ഗോൾഡ് കവറപ്പ് ചെയ്യും. ഐ ബിലീവ് സോ. ഓക്കെ, സോ ബിറ്റ്കോയിൻ ബിറ്റ്കോയിൻ 98 എബോവ് പോകുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ഒരു തോട്ട്സിനുള്ള വകയുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഓക്കെ, ലൈഫ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് നിങ്ങളെ ബിറ്റ്കോയിൻ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അത് നിങ്ങൾ തന്നെ ഒരു എഫേർട്ട് ഇട്ട് ടൈം ഇട്ട് നിങ്ങളതിനെ സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കണം. എനിക്ക് നിങ്ങളെ ഒന്ന് പുഷ് ചെയ്യാൻ നോക്കൂ, ഹെൽപ്പ് ചെയ്യാൻ നോക്കൂ. ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. സമയം പാഴാക്കരുത്. ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഓക്കെ, ടേക്ക് കെയർ. ബൈ ബൈ.